ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നും ആയിട്ടല്ല, ഒരു ഈദ് ലുക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ ഈദൊക്കെ വരാൻ പോകല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഒരു ഈദ് ലുക്ക് ചെയ്യാം. അത് കുറച്ചൊക്കെ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ചെയ്യുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ. സ്കിൻ കെയർ നമ്മൾ ഫേസ് നല്ല രീതിക്ക് പ്രെപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ മേക്കപ്പ് നല്ല രീതിക്ക് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിൻ കെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ദെൻ ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോണർ ഒന്ന് അബ്സോർബ് ആവുന്ന വരെ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വാസ്ലിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെയൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കിൻ കെയർ. ഇപ്പോൾ ഞാൻ കറൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ഐറ്റംസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. ഓക്കെ, ദിസ് ഇസ് എ ലിപ് ബാം. എന്തായാലും നമ്മുടെ ടോണർ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റെയിൽ മ്യൂസിനാണ്. സോ സ്റ്റെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുമ്പോൾ ചെറിയ വെറ്റായിട്ടുള്ളൊരു ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ കുഴപ്പമില്ല, ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 പമ്പ് എടുക്കുന്നു, ദെൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇവരിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറം ആണ്. ഇതും ജസ്റ്റ് ഇവരിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ജസ്റ്റ് ഡേ ടൈം ആയതുകൊണ്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് തീരാറായിട്ട് ഈ ട്യൂബ് ഇതിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും നമ്മൾ ഇനഫായിട്ടുള്ള സൺസ്ക്രീൻ മുഖത്ത് ഇടുക, ഇല്ലെങ്കിൽ പണിയാവും. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, മേക്കപ്പ് ഇടുമ്പം ഈ സൺസ്ക്രീൻ അത്ര വർക്കാവില്ല. എങ്കിൽ പോലും എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് ഉള്ളത്. ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീനും ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫേസിന് ഒരു പ്രത്യേക ഗ്ലോ വരും കേട്ടോ. എനിക്ക് ആ ഒരു ഗ്ലോ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നമുക്ക് നല്ലൊരു ഇത് കിട്ടും. ഇനി സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എൻവൈബയുടെ കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ഫൗണ്ടേഷൻ ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ്. അത്യാവശ്യം ഒരു ഓക്കെ ആയിട്ടുള്ളൊരു പാലറ്റാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലത്. ലൈക്ക് കൈയുടെ ഇവിടെ എടുത്തൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണതാണ്. പക്ഷെ എനിക്ക് മടിയാണ്, പിന്നെ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് മേ ബി ഇത് ചിലപ്പോൾ ലൈറ്റർ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യായിരിക്കും, ബട്ട് കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. പ്രോപ്പറാണോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എങ്കിലും ഇത്ര ലൈറ്റർ അല്ല. എന്ത് മേക്കപ്പ് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ നെക്കിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ദെൻ ഞാനിവിടെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ഒരു ബ്രഷാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആകെ ഒരു ബ്രഷുള്ളൂ. ഞാൻ ബ്രഷ് റീസെൻ്റ്ലിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ എനിക്ക് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ ഈ മാൾസിൻ്റെ ഈ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പൗഡറാണ്, സാധാ ഒരു ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വൈറ്റ് ടോണിൻ്റെയാണ് നോർമലി യൂസ് ചെയ്യാറ്, ബട്ട് എടുത്തോണ്ടൊന്നിപ്പോൾ മാറിപ്പോയി. ഇനി എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. കുറച്ച് എമൗണ്ട് ഓഫ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് ജസ്റ്റ് തട്ടി കളഞ്ഞിട്ട് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേറെ നമ്മുടെ സ്വെറ്റ് ചെയ്യാൻ ചാൻസുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കാറില്ല. ജസ്റ്റ് ഞാൻ മൊത്തത്തിലൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ് നല്ലപോലെ സ്വെറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നല്ലപോലെ സെറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ബേസ് മേക്കപ്പ് ആയിട്ട് ഇത്രയാട്ടോ ചെയ്യുന്നുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ബേസ് മേക്കപ്പ് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. ഇനി
ബാക്കി നമുക്ക് നോക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐബ്രോ പാലറ്റാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസൈറ്റിൻ്റെ ഐബ്രോ പാലറ്റാണ്. ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് താഴത്തുനിന്ന് ആ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുക. മേളിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു മിഡിൽ പാർട്ട് മുതൽ തുടങ്ങുക. ദെൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫ്രണ്ടിലോട്ടോടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാറ്. ദെൻ ഈ ഒരു സ്പൂളി ബ്രഷ് വെച്ച് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെറ്റായിട്ടിരുന്നോളും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ മറ്റേ ഐബ്രോസോട് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ക്ഷമയില്ല. ഓക്കെ, ദെൻ അതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ദെൻ ഐ ഷാഡോ നോക്കുകയാണ്. ഐ ഷാഡോ ആണ് ഇനി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുക. ഈ മാൾസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റ് ഷെയ്ഡാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്, ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡ്. ഓക്കെ, നമ്മളങ്ങനെ ഐ ഷാഡോയുടെ ബേസ് കൊടുത്തതിന് ശേഷം ദെൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻഡിൽ. നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ എൻഡിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ശേഷം ഈ ഒരു ഷെയ്ഡ് കൊടുക്കുക. ദെൻ മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു ഷിമ്മർ യൂസ് ചെയ്യുക. ഈ ഷിമ്മറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പുറത്ത് ഈ ഷിമ്മറും കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം ഞാൻ കാജൽ യൂസ് ചെയ്യണം. ഞാൻ കാജൽ കുറേ നാളായി യൂസ് ചെയ്തിട്ട്. ഞാൻ കാജൽ അങ്ങനെ യൂസ് ചെയ്യാറും ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഇത് ലുക്കല്ലേ കാജൽ യൂസ് ചെയ്തേക്കാം. വേറെ ഇപ്പം യൂസ് ചെയ്യുന്ന വേറെ ഐലൈനർ ആയിരുന്നു, ഡാസ്ലറിൻ്റെ ആയിരുന്നു. ബട്ട് ഞാനത് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. സോ ഞാൻ മേബിലിൻ്റെ ഐലൈനറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് ലൈക്ക് മിററിൽ പോയി എഴുതിയിട്ട് വരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് മസ്കാര ഇടാം. ഞാൻ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഇൻസൈഡിൻ്റെ മസ്കാര ആയിരുന്നു, അതത്ര നല്ലതല്ല. ഇപ്പം അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അവിടെ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ പുതുതായിട്ട് പർച്ചേസ് ചെയ്ത ഈ മസ്കാര ഇടാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മസ്കാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഈ ബ്രാൻഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്കല്ല, എന്താ ഷാർമസി ലൈക്ക് അങ്ങനെ എന്താണ്. ഓക്കെ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ മസ്കാര എടുത്ത് ഒന്നുകൂടെ ഇതിൻ്റെ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട രീതി. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഐലാഷസ് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇനി ഇടുന്നത്. ഞാനൊരു ലിപ് കോംബോ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇടുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ കുറച്ചധികം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കോംബോ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 4 ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ സുഡിയോടെ ഒരു ലിപ് ക്രയോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ആ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഈ മാൾസിൻ്റെ സെസ്റ്റി സൂംബ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. എനിക്ക് മാൾസിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടമാണ്. ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കില്ല, പെട്ടെന്ന് പോകും. പക്ഷേ ഇതിൻ്റെ
പാക്കേജിങ് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമില്ല, ഭയങ്കര പാടാണ് ഇതിങ്ങനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാൻ. ഞാൻ ഫേസസ് കാനഡയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെ ഷെയ്ഡ് ലോക്കി ഷാമോ അങ്ങനെ എന്തൊരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, കുറച്ച് ബോൾഡായിട്ടുള്ള ലുക്കിനൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് വെച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ മാൾസിൻ്റെ ഒരു ലിപ് ക്രയോണാണ്, ഗേൾ പവർ, ഭയങ്കര വൈറലായ ഷെയ്ഡ്. അത് ജസ്റ്റ് ഈ സെൻറ്ററിലൂടെ നമുക്കൊരു മാൾസിൻ്റെ ബ്ലഷോടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കാര്യം മറന്നിരുന്നു. മാൾസിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആക്ച്വലി ഷെയ്ഡ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഓർഡർ ചെയ്തതെന്ന് നോക്കിയിട്ട് പറയാം. ഇത് കുറേ നാളെ ഓർഡർ ചെയ്തിട്ടെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് പറയാം. നമ്മൾ ബ്ലഷ് ഈ ഒരു പൊസിഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഇത് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് കുഴപ്പമില്ല, ഓക്കെയാണ്. ബട്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ച് മൂക്കിലിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആണ് എൻ്റെ വിശ്വാസം. ഹെയർ സെറ്റ് ചെയ്താൽ മതി. ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കോമ്പോ ഒന്നും കാണാനില്ല. നമ്മുടെ കോമ്പോ എല്ലാം അങ്ങനെയാണല്ലോ, ഒന്നും കാണില്ല. അപ്പോൾ ഇവിടെ കിടന്നൊരു കോമ്പോ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തു. ദെൻ മിഡിൽ പാർട്ടീഷൻ ഒന്ന് സെറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ കഴിച്ചു കൊടുക്കാം, നമുക്ക് ഷോളോടെ ഇടാം അല്ലേ. ലൈക്ക് ഇപ്പോൾ സെറ്റായില്ലേ. ഇയറിങ്സ് ആക്സസറൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും പുതിയ ലുക്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോഴത്തേക്കും ബൈ.